ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. ഞാനിത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഞുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഇവിടെ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനായി ഞാനിപ്പോൾ 3 കപ്പ് ഞുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. 250 കപ്പിനാണ് 3 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഒരു 4 വട്ടത്തോളം നല്ലപോലെ കഴുകിയെടുക്കാം. ഇതിപ്പം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നെകക്കെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഇതൊരു 5 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഉരുക്കിയെടുക്കാം. അതിനായി ഞാനിപ്പോൾ 5 ആണി വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ അരിക്കുന്നത് ഇതിലെ പൊടിയെല്ലാം നമുക്ക് വേർതിരിച്ചെടുക്കാനാണ്. അങ്ങനെ ഞുറുക്ക് ഗോതമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൻ്റെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളച്ച ശേഷം മാത്രമേ വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന 1ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം ചൂടായാൽ മതി, തിളയ്ക്കാൻ പാടില്ല. ഇത് ഏകദേശം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് പായസത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റത്തോളം നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.